അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തീരുമാനമെടുക്കുന്നതിന് മെഡിക്കൽ കോളേജ് അധികൃതർ നടപടി തുടങ്ങിയെന്നറിയുന്നു. MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് എതിർപ്പ് അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അനാട്ടമി നിയമപ്രകാരം തീരുമാനമെടുക്കാനാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. തർക്കത്തിൽ മക്കളുടെ വിശദമായ വാദം കേൾക്കാൻ ആശ ലോറൻസ് ഉൾപ്പെടെയുള്ള 3 പേരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. മിഥുൻ മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, ഈ അനാട്ടമി നിയമപ്രകാരം എന്താണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയായിരിക്കും ഇവരുടെ ഈ 3 മക്കളെയും കേൾക്കുക? മൃതദേഹം ഇപ്പോൾ അത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. അനാട്ടമി നിയമപ്രകാരം തീരുമാനമെടുക്കാനാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അനാട്ടമി നിയമപ്രകാരം 2 അതിലധികമോ ആളുകളുടെ സാന്നിധ്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മൃതശരീരം മെഡിക്കൽ പഠനത്തിന് നൽകാം എന്ന വ്യക്തി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് സത്യവാങ്മൂലം അറിയിച്ചാൽ മെഡിക്കൽ കോളേജിന് കൈമാറാം എന്നാണ് 1957 അനാട്ടമി നിയമം വകുപ്പ് 4A പ്രകാരം പറയുന്നത്. അങ്ങനെയെങ്കിൽ മക്കൾ 2 പേർ ഈ സമ്മതം മെഡിക്കൽ കോളേജിനെ അറിയിച്ചിട്ടുണ്ട്. എതിർപ്പറിയിച്ചിരിക്കുന്നത് ആശ ലോറൻസ് ആണ്. ആശ ലോറൻസ് പറയുന്ന വാദപ്രകാരം രേഖാമൂലം ജീവിച്ചിരുന്നപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകാം എന്നുള്ള സമ്മതം ഒരിടത്തും MM ലോറൻസ് എഴുതി വെച്ചിട്ടില്ല എന്നാണ് അവരുടെ പ്രധാനമായിട്ടുള്ള വാദം. അതോടൊപ്പം തന്നെ ഈയിടയ്ക്ക് MM ലോറൻസിൻ്റെ ആത്മകഥ പുറത്തിറങ്ങിയിരുന്നു. ആ ആത്മകഥയിലും മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യമുണ്ടെന്ന് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. മാത്രവുമല്ല, വിവാഹം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മതപരമായ ചടങ്ങുകളോട് കൂടിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മരണശേഷവും സംസ്കാരം ഉൾപ്പെടെ ക്രിസ്ത്യൻ ആചാരപ്രകാരം നടത്തണം എന്നാണ് ആശ ലോറൻസിൻ്റെ പ്രധാന വാദമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം കത്രിക്കടവ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഇടവകാംഗമാണ് MM ലോറൻസ്. പാർട്ടി സ്വയം തീരുമാനിച്ചതാണ് MM ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകാം എന്നുള്ളത്. അത് കുടുംബവുമായി ആശ ഉൾപ്പെടെയുള്ള മക്കളുമായി കൂടിയാലോചനകൾ നടത്താതെ എടുത്ത തീരുമാനമായിരുന്നു. മാത്രമല്ല, തങ്ങളുടെ നേതാവ് ഒരു നിരീശ്വരവാദിയാണ് എന്നുള്ള പ്രതിച്ഛായ നിലനിർത്തുന്നതിന് വേണ്ടി പാർട്ടി എടുത്ത സ്വന്തം ഇഷ്ടപ്രകാരം പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനമായിരുന്നു എന്നും വാദത്തിൽ ആശ ലോറൻസ് ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആശ എതിർപ്പറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് ആശ ലോറൻസിനെയും മറ്റ് 2 മക്കളെയും ML സജീവനെയും സജിതയും ഉൾപ്പെടെയുള്ള 3 മക്കളെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള കത്ത് നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടെ 3 പേരും പ്രിൻസിപ്പലിൻ്റെ റൂമിലെത്തി ഒരു ചർച്ച, ഒരു വാദം, ഈ 3 മക്കളുടെയും വാദം മെഡിക്കൽ കോളേജ് അധികൃതർ കേൾക്കും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. ഈ നടപടികളുടെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജ് ഈ മൃതദേഹം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട നടപടികളുടെ ഭാഗമായിട്ടാണ് 3 മക്കളെയും വിളിച്ച് ചേർത്തുകൊണ്ടുള്ള വാദങ്ങൾ കേൾക്കുന്നത്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയും മെഡിക്കൽ കോളേജിൽ രൂപീകരിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പ് തലവന്മാരുടെ നേതൃത്വത്തിലാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആശയ്ക്കും മകനും നേരെ ഈ പൊതുദർശന സമയത്ത് ഒരു കയ്യേറ്റ ശ്രമം CPM നേതൃത്വത്തിന്റെ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ആശ ലോറൻസ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി മിഥുൻ.